നമസ്കാരം. എല്ലാവരും ആവേശഭരിതരായി കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ബാറ്റ് ചെയ്യുന്ന കാര്യം. കാരണം ഇത് കഴിഞ്ഞാൽ ഇനി റെഡ് ബോൾ ക്രിക്കറ്റിലൊന്നും അദ്ദേഹത്തിനെ കാണാൻ സാധിക്കില്ല എന്ന് പറയുന്നത് വളരെയധികം വിഷമമായ ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ അതിനേക്കാളൊരു വിഷമമായ വാർത്തയാണ് പുറത്തു വരുന്നത്. IPL മുൻ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് നിർണായക പോരാട്ടങ്ങൾക്ക് ഒരുങ്ങവേ മുൻ ക്യാപ്റ്റനും ഇതിഹാസ ഓപ്പണറും കൂടിയായ രോഹിത് ശർമ്മ വമ്പൻ ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങുന്നതായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ദീർഘകാലമായി തന്നെ അലട്ടിക്കൊണ്ടിരുന്ന തന്റെ ഒരു പ്രശ്നം, ഒരു പരിക്കിൽ നിന്നും മുക്തനായി ക്രിക്കറ്റ് കരിയർ ഇനിയും ദീർഘിപ്പിക്കുകയാണ് ഹിറ്റ്മാന്റെ ലക്ഷ്യമെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. T20 ടെസ്റ്റ് ഫോർമാറ്റുകളിലും ഇപ്പോൾ തന്നെ അദ്ദേഹം വിരമിച്ചെങ്കിലും ഏകദിനത്തിൽ ഇപ്പോഴും അദ്ദേഹം കളി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2027 അടുത്ത ICC ഏകദിന ലോകകപ്പ് വരെ കരിയർ നീട്ടിക്കൊണ്ടു പോവാനാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഈ ലക്ഷ്യത്തോടെയാണ് രോഹിത് വലിയൊരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകാൻ ഒരുങ്ങുന്നതെന്നും തയ്യാറെടുക്കുന്നതെന്നും ഇതോടെ ഈ സീസണിലെ തന്നെ IPL മുംബൈയുടെ ശേഷിച്ച മത്സരങ്ങളിൽ അദ്ദേഹം കളിക്കുമോ എന്ന സംശയത്തിലാണ് ആരാധകർ. എന്തായാലും ഇനിയിപ്പോൾ ഈ ശസ്ത്രക്രിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കളികളൊന്നും അധികം ചെയ്യാനാകില്ല, മത്സരത്തിന് പോകാനാകില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇതേക്കുറിച്ച് അറിയേണ്ടത് തന്നെയാണ് എന്ന് പറയുന്നു. രോഹിത് ശർമ്മ വലിയൊരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുമെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ ഇത് എപ്പോഴായിരിക്കുമെന്ന സംശയമാണ് ആരാധകരെല്ലാവരും ചോദിക്കുന്നത്. അടിയന്തരമായ ശസ്ത്രക്രിയ തന്നെയാണെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് ഉടൻ ഉണ്ടായാൽ മുംബൈ ഇന്ത്യൻസിന്റെ ബാക്കി കളികളൊന്നും തന്നെ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കില്ലല്ലോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ആരാധകർ ആ ആശങ്കയിൽ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ചും ഇതിനെക്കുറിച്ച് വ്യക്തമായ കാരണങ്ങൾ പറയുന്നുണ്ട്. ഈ സീസണിലെ IPL മത്സരങ്ങൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ രോഹിത് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. അത് മാത്രമേ നടക്കാവൂ എന്ന പ്രാർത്ഥനയുമുണ്ട് പ്രേക്ഷകർക്ക്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇനി ഏകദിന ഫോർമാറ്റിൽ മാത്രമേ കളിക്കുന്നുള്ളെങ്കിലും IPL വന്നു കഴിഞ്ഞാൽ വലിയൊരു ബ്രേക്കാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. ഒക്ടോബറിൽ മാത്രമേ ഇനി ഇന്ത്യൻ ടീമിന്റെ ഏകദിന മത്സരമുള്ളൂ. ഇനിയിപ്പോൾ ഈ മെയ് മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജൂൺ ഒക്കെ കഴിഞ്ഞാൽ ഇനി ഒക്ടോബറിലെ രോഹിത് ബാറ്റ് എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കൂ. എല്ലാവരും അദ്ദേഹം ബാറ്റ് വീശുന്നത് കാണാൻ കാത്തിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി കഴിഞ്ഞാൽ ഈ പരമ്പര ആകുമ്പോഴേക്കും ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ രോഹിത്തിന് കളിക്കളത്തിൽ മടങ്ങിയെത്താൻ സാധിക്കുമെന്നും അതുകൊണ്ട് IPL കഴിഞ്ഞാൽ ജൂണിൽ ശസ്ത്രക്രിയ നടത്തിയാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്ന് 3 മാസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരാൻ സാധിക്കുമെന്നും ഫോമിലേക്ക് എത്താൻ സാധിക്കുമെന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു. ഈ കാരണത്താലാണ് IPL പിന്നാലെ ശസ്ത്രക്രിയയ്ക്കായി അദ്ദേഹം തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തോളമായി തന്നെ ഇടത് പിന്തുണ ഞരമ്പിലെ പരിക്ക് രോഹിത്തിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും പൂർണ്ണമായി മുക്തി നേടണമെങ്കിൽ ശസ്ത്രക്രിയ അനിവാര്യമാണെന്ന് ഡോക്ടർമാർ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ തിരക്കേറിയ ഷെഡ്യൂൾ കാരണം അദ്ദേഹത്തിന് അത് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഇപ്പോൾ 3 ഫോർമാറ്റുകളിലും ടീമിന്റെ ക്യാപ്റ്റൻ ആയതിനാൽ ലോകകപ്പുകളിൽ മറ്റു വലിയ പരമ്പരകളിലുമെല്ലാം ഹിറ്റ്മാൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം T20 നിന്നും ഈ മാസം ടെസ്റ്റിൽ നിന്നും വിരമിച്ചതോടെ രോഹിത് ഇപ്പോൾ കൂടുതൽ ഫ്രീ ആയി കഴിഞ്ഞു. വല്ലപ്പോഴും മാത്രം നടക്കുന്ന ഏകദിനത്തിലും IPL ഒക്കെ മത്സരിച്ചാൽ മതി. പരമ്പരകളെ കുറിച്ച് വർഷത്തിലൊരിക്കൽ IPL മാത്രം അദ്ദേഹത്തിന് ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ. അതിനാലാണ് ഇത് തന്നെയാണ് ശസ്ത്രക്രിയയ്ക്ക് ഉചിതമായ സമയമെന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ ശസ്ത്രക്രിയയ്ക്ക് ഉള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്പോൾ വിരമിച്ചതെന്നും പറയുന്നുണ്ട്. 2027 ഏകദിന ലോകകപ്പിൽ കളിക്കാൻ രോഹിത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവാനുള്ള എല്ലാവിധ നല്ല സമയവും ഇതാണ് എന്നുകൂടി ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്.